സ്വാമിജി ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാ. അതിനുശേഷം എൻ്റെ വലത്തെ കൈ എനിക്ക് എടുക്കാൻ വയ്യ, നല്ല വേദന. അയ്യോ അതൊക്കെ കെട്ടിയിട്ട് ഒരു പ്രയോജനമില്ല സ്വാമി. അതല്ലേ ഞാനീ പറയുന്നേ. സ്വാമിജി ഞാനൊരു കാര്യം പറയട്ടെ, ഇതിനൊരു പ്രതിവിധി സ്വാമിജി ഒന്ന് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ച് കണ്ടുപിടിക്ക്. അങ്ങനെ ആട്ടെ, എന്നെങ്കിലേ ശരിയാവും. ആയിക്കോട്ടെ. ഈശ്വരാ, എന്തോ കൊച്ചേ നിനക്ക്? അമ്മയ്ക്ക് കൈ കഴിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അതിന് തടവി തരുവാ. എന്റെ പൊന്നു കുഞ്ഞേ, ഈ കൈയല്ല, വലത്തെ കൈയാ ഞാൻ പറഞ്ഞത്. സോറി അമ്മ. സോറണ്ട, നീ അവിടെ എവിടെയൊക്കെ പറഞ്ഞേക്ക് ഇല്ലാത്ത വേദന ഉണ്ടാക്കാതെ. അയ്യോ ഒന്നും വേണ്ട, ഇതൊക്കെ ഞാൻ തന്നെ പിടിച്ച് നേരെ ആക്കിക്കോളാന്ന്. അയ്യോ എന്തിനാ കൊച്ചേ നീ ഇരുന്ന് മോങ്ങുന്നേ? പിന്നെ അമ്മയുടെ ഈ ഒരു അവസ്ഥ കാണുമ്പോ എനിക്ക് കരയാതിരിക്കാൻ പറ്റൂ? അമ്മ എന്റെ ആരാ? അമ്മ എന്റെ അമ്മായിയമ്മയായിട്ടല്ല, എന്റെ സ്വന്തം അമ്മയായിട്ടാ ഞാൻ കാണുന്നത്. അപ്പോ അമ്മയ്ക്ക് ഇങ്ങനൊരു പ്രശ്നം വരുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുമോ? അത് പറ്റത്തില്ല. അല്ല ഇനിയിപ്പോ എന്തുവാ ഇവിടെ ഇതിന് മാത്രം ഉണ്ടായത്? അത് പറ അമ്മേ. എന്റെയും അമ്മയുടെയും ഹൃദയം എന്നൊക്കെ പറയുന്നത് വളരെ ലോലമാണ്. അയ്യോ എന്റെ ഹൃദയം ലോലമാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? അതുകൊണ്ടാണല്ലോ ഇത്രയും വൃത്തികേടുകൾ അവള് കാണിച്ചു കൂട്ടിയിട്ടും അവളെ ഇവിടെ താമസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓ അങ്ങനെ. അമ്മ ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് സുരഭി ഇവിടുന്ന് ഇറക്കി വിട്ടാലോ? ഇതൊന്ന് അല്ല, അവളും പ്രതീക്ഷും പുറത്തു വേറെ എവിടെയെങ്കിലും പോയി താമസിക്കട്ടെ. അതാവുമ്പോ നമുക്ക് കൂടോത്രമൊന്നും പേടിക്കാതെ സമാധാനമായിട്ട് ജീവിക്കാലോ. എന്റെ പൊന്നു കുഞ്ഞേ, ഇതൊന്നും അത്ര എളുപ്പത്തിൽ തീരുമാനിക്കാവുന്ന കാര്യങ്ങളല്ല കേട്ടോ. നടക്കുന്നത് വല്ലതും ആലോചിച്ച് പറ. എന്റെ അമ്മേ, ഇതാണ് ബെസ്റ്റ് ടൈമാ. ഇപ്പോഴെങ്കിലും അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൾ അമ്മയ്ക്കെതിരെ വീണ്ടും കൂടോത്രം ചെയ്യുവേ. പിന്നെ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. തലവേദനയായല്ലേ ഈശ്വര. കണ്ടോ കണ്ടോ അവളുടെ അഹങ്കാരം കണ്ടോ? എന്തോന്ന്? അവൾക്കിപ്പ അമ്മ പുല്ല് വിലയാ. അവളാ ചവച്ചരയ്ക്കുന്നത് കണ്ടോ? ചവച്ചരയ്ക്കുന്നു? അത് ഭക്ഷണം കഴിക്കല്ലേ? അല്ല, അമ്മേനെ അതുപോലെ ചവച്ച അരച്ച് കഴിക്കുന്നതാണ് അവള് കാണിക്കുന്നത്. ഇങ്ങനൊക്കെ ചവച്ചരച്ചാ പിന്നെ ബാക്കി വല്ലതും കാണുമോ? ഒന്നും കാണില്ല. അതെ, കുറച്ച് മര്യാദക്കൊക്കെ ഭക്ഷണം കഴിക്ക് കേട്ടോ. ഞാൻ മര്യാദക്കാണ് കഴിക്കുന്നത്. മര്യാദക്ക് കഴിക്കുന്നതിന്റെ ഒച്ചയാണോ 10 വീടിനപ്പുറത്ത് കേൾക്കുന്നത്? ഇതെന്തോന്നടി ഇത്? നീ ഇല്ല പശുവിനെ പോലെ അയവിറക്കുന്നോ? എനിക്ക് ഇങ്ങനെ കഴിച്ചാണ് ശീലം, വേണമെങ്കിൽ സഹിച്ചാ മതി. മനുഷ്യരാരും ഇങ്ങനെ കഴിക്കാറില്ല. പിന്നെ ഇനിയിപ്പോ നിന്റെ കാര്യം ആർക്കറിയാം? ഓ അമ്മ, അവളെ ഇറക്കി വിടുന്നില്ലേ? നടക്കുന്ന കാര്യം വല്ലോ പറ. ചേച്ചി ചപ്പാത്തി വേണോ? അയ്യടാ, നിന്റെ ചപ്പാത്തിയെ നിന്റെ കൈ തന്നെ വെച്ചാ മതി. ഇനി അതിൽ എന്തൊക്കെ പൊടിയിട്ട് കുഴച്ചെന്നുള്ളത് ആർക്കറിയാം? ഹരേ ജഗദമ്മ, ഹരേ ജഗദമ്മ, എന്റെ ലിസ്റ്റിലുള്ള അടുത്ത ആൾക്ക് പണി കൊടുക്കണമേ. ഹരേ ജഗദമ്മ, ഹരേ ജഗദമ്മ. ഒന്ന് പോയേ.